1975 ഏപ്രിൽ 30 ദക്ഷിണ വിയറ്റ്നാമിന്റെ തലസ്ഥാനമായ സൈഗനിൽ നിന്ന് അന്ന് രാവിലെ 7:35 ഒരു യുദ്ധവിമാനം പറന്നുയർന്നു. വിയറ്റ്നാം മണ്ണിൽ നിന്ന് അവസാനത്തെ സൈനികനെയും കൊണ്ട് പറന്ന US വിമാനമായിരുന്നു അത്. വിയറ്റ്നാമിൽ നിന്ന് അമേരിക്ക തോറ്റോടിയിട്ട് ഇത് 50-ാം വർഷമാണ്. പക്ഷേ ഇന്നും US എടുത്ത ഒരു അറ്റകൈ പ്രയോഗത്തിന്റെ പരിണിത ഫലങ്ങളിൽ നിന്ന് വിയറ്റ്നാം മുക്തമായിട്ടില്ല. അന്ന് ഏപ്രിൽ 30 എല്ലാം അവസാനിപ്പിച്ചു എന്ന പ്രതീതി ഉയർത്തി എല്ലാം ഒന്നേ എന്ന് തുടങ്ങുകയായിരുന്നു US. ഓപ്പറേഷൻ റാൻസ് ഹാൻഡ് എന്ന മിലിറ്ററി ഓപ്പറേഷനിലൂടെ 50 വർഷങ്ങൾക്കിപ്പുറവും US ചിലതൊക്കെ അവശേഷിപ്പിച്ചിട്ടുണ്ട് വിയറ്റ്നാമിൽ. ഏജന്റ് ഓറഞ്ച് എന്ന ആ മാരക വിപത്തിന്റെ ഇരകളാണ് ഇന്ന് വിയറ്റ്നാമിലെ ലക്ഷക്കണക്കിന് ജനങ്ങൾ. 1962-നും 1971-നും ഇടയിൽ 19 മില്യൺ ഗാലൻ രാസവസ്തുക്കളാണ് US വിയറ്റ്നാമിന് മേൽ വിതറിയത്. അതായത് 74 മില്യൺ ലിറ്റർ കെമിക്കലുകൾ. ഇതിൽ പകുതിയും കളനാശിനി അടങ്ങിയ ഏജന്റ് ഓറഞ്ച് എന്ന രാസവസ്തുവായിരുന്നു. ഓപ്പറേഷൻ റാൻസ് ഹാൻഡ് എന്ന് പേരിട്ട ആ മിലിറ്ററി ഓപ്പറേഷന് 2 ഉദ്ദേശങ്ങളാണ് ഉണ്ടായിരുന്നത്. ദക്ഷിണ വിയറ്റ്നാമിലെ വനമേഖല നശിപ്പിച്ച് വിയറ്റ്നാമീസ് വിയറ്റ് കോൺഗ്രസ് സൈന്യത്തിന്റെ താവളം ഇല്ലാതാക്കുക, കാർഷിക വിളകൾ വ്യാപകമായി നശിപ്പിക്കുക. 2,4-D, 2,4,5-T എന്നീ കളനാശിനികളുടെയും ഡയോക്സിൻ എന്ന മലിനീകരണ വസ്തുവിന്റെയും മിശ്രിതമാണ് ഏജന്റ് ഓറഞ്ച്. ഇതിൽ ഡയോക്സിൻ അർബുദത്തിന് കാരണമാകുന്ന പ്രധാന ഘടകമാണ്. സാധാരണഗതിയിൽ കൂടിപ്പോയാൽ ഒരാഴ്ചയൊക്കെയാണ് ഏജന്റ് ഓറഞ്ചിന് അന്തരീക്ഷത്തിലോ മണ്ണിലോ ഒക്കെ നിലനിൽക്കാനാവുക. എന്നാൽ ഇത് ഡീഗ്രേഡ് ചെയ്ത് അവശേഷിപ്പിക്കുന്ന ഡയോക്സിൻ 3 വർഷം വരെ മണ്ണിലുണ്ടാകും. മണ്ണിന്റെ സകല പോഷക ഗുണങ്ങളും ഇത് വലിച്ചെടുക്കും. ഈ സമയം കൊണ്ട് ഇവ വേണ്ട വിധത്തിൽ നശിപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ജലാശയങ്ങളിലും മറ്റുമെത്തി ഇവയുടെ ഹാഫ് ലൈഫ് 100 വർഷമായി വർദ്ധിക്കും. ഒരു വസ്തുവിലെ റേഡിയോ ആക്ടിവിറ്റി പകുതിയായി കുറയുന്നതിനെടുക്കുന്ന സമയമാണ് ഹാഫ് ലൈഫ്. ഈ സമയം കൊണ്ട് ഇത് മറ്റു ജീവികളുടെ വയറ്റിലെത്തിയാൽ നശിപ്പിക്കപ്പെടാനുള്ള സാധ്യത വീണ്ടും കുറയും. ഇങ്ങനെയായാൽ 100 വർഷങ്ങൾക്കിപ്പുറവും മാരക വിപത്തുകൾ സൃഷ്ടിച്ച് ഇവ ഭൂമിയിൽ തന്നെ ഉണ്ടാകും. കള നശിപ്പിക്കുന്നതിനായി സാധാരണ നിർദ്ദേശിക്കപ്പെടുന്നതിന്റെ 20 മടങ്ങ് ഏജന്റ് ഓറഞ്ച് ആണ് US വിയറ്റ്നാമിൽ പ്രയോഗിച്ചത്. ഏതാണ്ട് 48 ലക്ഷം വിയറ്റ്നാമീസ് പൗരന്മാരും 28 ലക്ഷം US സൈനികരും ഈ മാരക രാസവസ്തുവിന്റെ ഇരകളായി. ദക്ഷിണ വിയറ്റ്നാമിന്റെ 24% വരുന്ന പ്രദേശത്തും US വിമാനങ്ങൾ രാസവസ്തുക്കൾ വർഷിച്ചു. അതിൽ എരിഞ്ഞടങ്ങിയത് ശത്രു സൈന്യത്തിന്റെ ഒളിത്താവളങ്ങൾ മാത്രമായിരുന്നില്ല. വിയറ്റ്നാമിന്റെ മൊത്തത്തിലുള്ള ഭക്ഷണ ജലവിതരണ ശൃംഖലകളെ അത് താറുമാറാക്കി. 5 മില്യൺ ഏക്കർ വനവും 500 ഏക്കർ കൃഷിഭൂമി നശിച്ചെന്നാണ് ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഏജന്റ് ഓറഞ്ചിന്റെ രൂക്ഷമായ പാർശ്വഫലങ്ങൾ കണ്ടിട്ടാണ് 71-ൽ US ഇതിന്റെ പ്രയോഗം നിർത്തുന്നത്. പക്ഷേ യുദ്ധം അവസാനിച്ചപ്പോൾ രാജ്യത്തെ 63 പ്രവിശ്യകളിൽ 58ഉം വിഷവസ്തുക്കൾ കൊണ്ട് നിറഞ്ഞിരുന്നു. വിയറ്റ്നാം റെഡ് ക്രോസിന്റെ കണക്കുകൾ പ്രകാരം 2000-ന്റെ ആദ്യ വർഷങ്ങളിൽ ജനിതക വൈകല്യങ്ങളോടെ 1 ലക്ഷത്തിലധികം കുഞ്ഞുങ്ങൾ വിയറ്റ്നാമിൽ ജനിച്ചിട്ടുണ്ട്. ക്യാൻസർ പോലുള്ള ഗുരുതര രോഗങ്ങൾക്ക് പുറമെ മുച്ചുണ്ടോടെയും കൈകാൽ വിരലുകൾ അധികമായുമൊക്കെ ജനിക്കുന്ന കുഞ്ഞുങ്ങളാണ് ബാക്കി. ഇതുകൂടാതെ നട്ടെല്ല് വികസിക്കാത്ത അവസ്ഥ, ഇടുപ്പലിനുള്ള പ്രശ്നങ്ങൾ, ഹൃദയ സംബന്ധമായ അസുഖങ്ങളൊക്കെ പതിവാണ് ഇവിടെ കുഞ്ഞുങ്ങൾക്ക്. 50 വർഷങ്ങൾക്കിപ്പുറവും ഡയോക്സിന്റെ സാന്നിധ്യം വിയറ്റ്നാമിലെ ജനങ്ങളിൽ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. രക്തത്തിലും മുലപ്പാലിലുമൊക്കെ ഇവയുടെ സാന്നിധ്യമുള്ളത് വരും തലമുറയിലേക്കും കൈമാറപ്പെടുന്നു. ഏജന്റ് ഓറഞ്ച് നേരിട്ട് ശരീരത്തിലെത്തിയവരുടെ 3ഉം 5ഉം തലമുറകൾക്കിപ്പുറവും അതിന്റെ പരിണിത ഫലങ്ങൾ പ്രകടമാണ് എന്നിടത്താണ് USന്റെ കണ്ണില്ലാ ക്രൂരതയുടെ ഗൗരവം മനസ്സിലാകുന്നത്. രാസവസ്തുവിന്റെ ആഴത്തിലുള്ള വേരുകൾ നശിപ്പിക്കാൻ ഇത് പര്യാപ്തമല്ലെന്ന് മനസ്സിലാക്കിയ സർക്കാർ യുദ്ധം അവസാനിച്ച 75-ൽ തന്നെ ഇതിനുള്ള നടപടികൾ ആരംഭിച്ചിരുന്നു. രാസവസ്തു നേരിട്ട് ആഘാതമേൽപ്പിച്ച സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കാനും ഏജന്റ് ഓറഞ്ച് ബാധിതർക്ക് നഷ്ടപരിഹാരം നൽകാനുമുള്ള നടപടികൾക്കായിരുന്നു പ്രാധാന്യം നൽകിയത്. വിഷബാധിത പ്രദേശങ്ങൾ വേലി കെട്ടിത്തിരിച്ച് മനുഷ്യ സമ്പർക്കം വിലക്കി. ഇതൊക്കെ നടക്കുമ്പോഴും വിയറ്റ്നാമിലെ ആരോഗ്യ അടിയന്തരാവസ്ഥയ്ക്ക് പുല്ലുവിലയാണ് US കൽപ്പിച്ചത്. ഒടുവിൽ 1991-ൽ വിയറ്റ്നാമിലെ മാരക രോഗങ്ങൾക്ക് ഏജന്റ് ഓറഞ്ച് കാരണമായേക്കാമെന്ന് US സമ്മതിച്ചു. രാസവസ്തുവിന്റെ പരിണിത ഫലങ്ങളേറ്റ ആളുകൾക്ക് ആരോഗ്യ ഇളവുകളും പ്രഖ്യാപിച്ചു. 2000-ന്റെ പകുതിയിലാണ് അന്തരീക്ഷത്തിൽ നിന്ന് വിഷമാലിന്യം നീക്കം ചെയ്യാനുള്ള വലിയ യജ്ഞത്തിന് വിയറ്റ്നാം തുടക്കം കുറിച്ചത്. അമേരിക്കയും ഈ യജ്ഞത്തിൽ വിയറ്റ്നാമിനൊപ്പം ചേർന്നു. വിഷം നീക്കാനും രോഗബാധിതരായവർക്ക് നഷ്ടപരിഹാരം നൽകാനുമൊക്കെയായി ഏകദേശം $155 മില്യൺ ചെലവ് വന്ന പരിഹാര നടപടികളായിരുന്നു ഇത്. യുദ്ധകാലത്ത് USന്റെ വ്യോമത്താവളം നിലനിന്നിരുന്ന ഡാംനങ് എന്ന സ്ഥലത്തെ ക്ലീനിങ് യജ്ഞമായിരുന്നു ഇതിൽ ഏറ്റവും പണിപ്പെട്ടത്. വിതരണത്തിനുള്ള ഏജന്റ് ഓറഞ്ച് സൂക്ഷിച്ചിരുന്നത് ഈ എയർബേസിലായിരുന്നു. 2018-ൽ ക്ലീനിംഗ് പ്രോജക്റ്റ് പൂർത്തിയാകുമ്പോൾ 10 ഫുട്ബോൾ ഗ്രൗണ്ടുകളുടെ വിസ്തീർണമുള്ളത്ര സ്ഥലം വിഷമുക്തമാകാൻ ബാക്കിയുണ്ടായിരുന്നു. $110 മില്യൺ അപ്പോഴേക്കും ചെലവായിരുന്നു എന്നും കൂടി ഓർക്കണം. ഇവിടെ പിന്നെ യാതൊരുവിധ പ്രതിവിധി നടപടികളും ഉണ്ടായിട്ടില്ല. ഇതുപോലെ ബയൻഹോവ എയർബേസിലും ഡയോക്സിൻ കലർന്ന 5 ലക്ഷം ക്യൂബിക് മീറ്റർ മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികൾക്ക് തുടക്കം കുറിച്ചിരുന്നു. 40,000 ട്രക്കുകളിൽ കൊള്ളിക്കാനുള്ളത്ര വിഷം കലർന്ന മണ്ണായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. 10 വർഷത്തെ പ്രോജക്റ്റിന് 2020-ൽ തുടക്കമായെങ്കിലും ഇക്കഴിഞ്ഞ മാർച്ചിൽ ഇതും മുടങ്ങി. വൈറ്റ് ഹൗസിൽ ട്രംപ് തിരിച്ചെത്തിയതോടെ പല രാജ്യങ്ങൾക്കുമുള്ള എയ്ഡ് നിർത്തലാക്കിയത് വിയറ്റ്നാമിലും വലിയ തിരിച്ചടിയായിരിക്കുകയാണ്. വിയറ്റ്നാമിലെ അന്തരീക്ഷ മലിനീകരണത്തിന് പൂർണ്ണ ഉത്തരവാദിത്തം US-നായതിനാൽ ഏജന്റ് ഓറഞ്ച് ക്ലീനപ്പ് ട്രംപ് ഭരണകൂടം ഏറ്റെടുത്തേ മതിയാകൂ എന്ന നിലപാടാണ് വിയറ്റ്നാമിന്.